വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്നലെ നമ്മളുടെ ഫംഗ്ഷൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ പറഞ്ഞു ഡിവൈൻ്റെ കൈനീട്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? സംഭവം ഡിമ്പിൾ ഞങ്ങൾ മറ്റിവിടെ പോയപ്പോൾ ചുരിദാറുകളും സെറ്റുകളും കുറേ സാധനങ്ങൾ എടുത്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നത് ഡിവൈനാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഐശ്വര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കുറേ സമ്മാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അങ്ങനെ വിചാരിച്ചിട്ടുമല്ല കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. ഞാൻ മീറ്റപ്പ് എന്നാണ് എൻ്റെ ബർത്ത്ഡേ എന്നതിലുപരി മീറ്റപ്പ് എന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും വന്ന് സന്തോഷത്തിൽ തന്നപ്പോൾ ഞാൻ അതൊക്കെ സ്വീകരിച്ചു. ഞാൻ എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സാണ്. ഇവിടെ തൊട്ട് തുടങ്ങുക ഞാൻ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഞാൻ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഇട്ടത്. അതായത് നമ്മൾ സിൽക്ക് കേന്ദ്രയിൽ നിന്ന് എടുത്ത ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് എടുത്തത്. നിർത്തേണ്ട കാര്യമില്ല. ഞാൻ ഇന്നലത്തെയോ മിനിയാത്ത വീട്ടിൽ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതവിടെ നിന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഷെയ്പ്പ് ചെയ്യാൻ കൊടുത്തേക്കായിരുന്നു. ഡിവൈൻ എടുത്തത് ഷെയ്പ്പ് ചെയ്യാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ ഡിവൈൻ എനിക്ക് കുർത്ത എടുത്തു കൊണ്ടുവന്നുണ്ട്. ഷാഡോ സിൽത്തെ അല്ലേ ഡിവൈനെ? ഷാഡോ സിൽത്തെയാണ്. അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുർത്ത എടുത്തു. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ബോട്ടം പുതിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ബുദ്ധിപൂർവ്വം എനിക്ക് കറുപ്പാണ് ഇഷ്ടം. അപ്പോൾ ബ്ലാക്ക് ഇതും കൂടിയിട്ട് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇന്ന് ഷേപ്പ് ചെയ്ത് എനിക്ക് കിട്ടിച്ചോളൂ. അപ്പോൾ ഇത് ഡിവൈൻ്റെ വക. ഇത് നമ്മുടെ ഷാഡോസിൻ്റെ വക. അപ്പോൾ ഷാഡോസ് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് അവരാണ് കേട്ടോ. എൻ്റെ എല്ലാ മറ്റേ കുഞ്ചലം പിടിപ്പിച്ചതും ഒക്കെ അവർ തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു റെഡിമെയ്ഡ് മറ്റേ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ നല്ല രീതിയിലുള്ള ചുരിദാറുകൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഞാൻ സാരിയാണ് യൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ വെച്ചിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇന്ന് സാരി ബ്ലൗസ് കൊടുത്തയക്കണേൻ്റെ ഒപ്പം വെച്ചേക്കണം കുർത്ത. ഞാൻ സ്ഥിരം അവിടെ നിന്ന് യൂസ് ചെയ്യണ പോലത്തെ തന്നെ കുർത്ത. ഇത് ഡിവൈൻ നോട്ടിട്ട് വെച്ചതാന്ന് തോന്നുന്നുണ്ടല്ലേ? ഡിവൈൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കിട്ടിയത് എനിക്കല്ല ഞാൻ നോക്കിയത്. എനിക്ക് വേണ്ടി നോക്കിയത്. ഷോയ്ക്കോ ഇതും ഷാഡോ സിൽത്തെ കേട്ടോ. ഇത് ക്രിസ്മസിന്റെ, ഇതിപ്പോ ബർത്ത്ഡേയുടെ. അപ്പൊ എനിക്ക് ഇങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങളും പറയാറുണ്ട് എനിക്ക് ഇങ്ങനത്തെയാണ് നല്ലതെന്ന്. അപ്പൊ ഇത് ഷാഡോസിന്റെ. ഇനിയുള്ളതൊക്കെ എനിക്ക് ആരാണ് എന്താണെന്ന് പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ പറയാൻ എനിക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഞാൻ പൊളിക്കാം. റെഡി വേനെ പൊളിച്ചോ. ഇത് വളരെ ബുദ്ധിപൂർവമായ നീക്കാണ്. അതായത് പാത്രങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങൾ തലമുറകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതോ ഇനി എൻ്റെ പാത്രങ്ങൾ മാറ്റാനായി. പക്ഷേ സ്റ്റീൽ പാത്രങ്ങൾ എൻ്റെ നല്ലത്. സ്റ്റീൽ പാത്രങ്ങൾ എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് തോറും പുതിയതാവും. എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാ. കുഞ്ഞൊരു കുട്ടികൾക്ക് വെള്ളം തിളപ്പിക്കാനോ എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാം. പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ പേര് എഴുതുമായിരുന്നു. വീട്ടിലെ എല്ലാ പാത്രത്തിനും ഇല്ല ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ പേര് എഴുതുന്നത്. എൻ്റെ ഇവിടുത്തെ എല്ലാ പാത്രത്തിനും ഡെൻസി ടോണിന്നാ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന പിന്നെ വേറെ വീട് വെച്ച് താമസിപ്പിച്ചേക്കാം. അപ്പോൾ അപ്പച്ചനും അമ്മയ്ക്കും കൂടി കൊണ്ടുവന്നാ. അപ്പോൾ എല്ലാത്തും ഡെൻസി ടോണിന്നാ. ഡിവൈനൊക്കെ ഓരോ പാത്രം എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഡെൻസി ടോണി അവിടെ വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. പണ്ടത്തെ ഒരു സ്റ്റൈലാണ്, നിങ്ങൾക്ക് അറിയാലോ. വീട്ടിലും അങ്ങനെയാ. പണ്ട് എല്ലായിടത്തും അതെ അങ്ങനെ പേരെഴുതിട്ട. പിന്നെ ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഡെൻസി ഫാമിലി ആയിട്ട് വന്നത്. അപ്പൊ ഇത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഫോർട്ട് കൊച്ചിന്ന് അപ്പം അച്ഛനും അമ്മയും 2 മക്കളും അവരുടെ മക്കളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കുട്ടികളൊക്കെ എനിക്ക് കമൻസ് വഴിയും പിന്നെ മെസ്സേജ് വഴിയൊക്കെ അറിയിക്കെങ്കിലും എനിക്ക് അവരെയൊന്നും അറിയില്ലല്ലോ. പേഴ്സണലി എനിക്ക് അവരെ കാണേ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവർ വന്ന് കണ്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ഫേസാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആ മോള് അവരുടെ ഓൺ പ്രോഡക്റ്റ് എന്നാ പറഞ്ഞിട്ട് കുട്ടി ഉണ്ടാക്കണതാന്നാ ആ മോള് ഉണ്ടാക്കണതാന്നാ പറഞ്ഞിട്ടാ. കൂടുതൽ വർത്താനമൊക്കെ ഡിവൈനാണ് മെയിനായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്തിരുന്നത്. ഡിമ്പിളിങ്ങനെ പിന്നാമ്പുറത്ത് ഇങ്ങനെ നിന്നു. അപ്പോൾ ഡിവൈനോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഇതെനിക്ക് ആവശ്യമുള്ള സാധനം. അപ്പം ഞാൻ ഡിമ്പിളിൻ്റെ ഒരു പാക്ക് കണ്ടു. ഡിമ്പിളിനും ഡിവൈനും അവർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്
അപ്പോൾ ഡിംപിളിൻ്റെ പാക്ക് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചു, ഞാൻ ആഗ്രഹിച്ചൊരു സാധനമാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് വേറൊരു കമ്പനിക്കാരുടെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉമ്മീസ്. അപ്പോൾ ഞാൻ ഡിംപിളിനോട് പറയുകയും ചെയ്തു, എൻ്റെ അലോവേറ ജെല്ല് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡിവൈൻ എനിക്ക് നമ്മുടെ മാമാർത്തിൻ്റെ മോയ്സ്ചറൈസർ തന്നത്. അപ്പോൾ മറ്റേ ക്യൂർ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ തന്നു. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഉപയോഗിക്കാൻ വെച്ച സമയത്ത് പക്ഷേ എനിക്കിഷ്ടം സത്യത്തിൽ അലോവേറ ജെല്ലാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് സ്ഥിരം ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്, എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ മോൾക്ക് താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത് എനിക്കിഷ്ടമായൊരു സംഭവം. പിന്നെ ഇത് ധാര തന്നോ അല്ല പേരുണ്ട് ഇതിൽ. ഇത് നമ്മുടെ ഷീലയാണ് കേട്ടോ. അതായത് ഷീലയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി പറയാണ്. ഞങ്ങൾ ഡിംപിളിന് 3 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പായിട്ട്, അത് 3 വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ്. അതുവരെ ഞാൻ താമസിച്ചിരുന്നത് പാവർട്ടിയിൽ പാലുവായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവരുടെ തറവാട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ആ തറവാട്ടിലെ മൂത്ത മരുമകളുടെ ഉണ്ട് ജെസ്സിയേച്ചി, അന്ന ജെസ്സി എന്ന പേര്. അപ്പോൾ ജെസ്സിയേച്ചിയുടെ അനിയത്തിയാണ് ഷീല. അപ്പം ഞങ്ങളൊക്കെ ഏകദേശം, അപ്പോൾ ഷീല ഇപ്രാവശ്യം വന്ന് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു 4 മാസത്തേക്ക്, മാർച്ചിലാണ് ഞാൻ ജനുവരിയിൽ, അപ്പോൾ എത്രയോ മാസത്തേക്ക് ഷീല ചേച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്ഥാനങ്ങൾ കൊടുത്തു. അപ്പോൾ ഷീല എനിക്ക് സർപ്രൈസായിട്ട് ഒരു വരവ് വന്നത് 25 ഡിംപിളിന് 28 വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുകയാണ്. പക്ഷേ ഷീലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. മക്കൾ വലുതായി കല്യാണമൊക്കെ കഴിച്ചെങ്കിലും ഷീല ഇപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഷീലയുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതിപ്പോൾ ഷീല കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കട്ടെ എടുക്കാമെന്ന്. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈം സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഇത്. അപ്പോൾ അത് കണ്ടിട്ട് ഡോളി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഡോളി എന്ന് പറയണമെങ്കിൽ എന്നോട് ഏറ്റവും അടുത്ത ഒരാളായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ജെസ്സിയേച്ചിയുടെ അനിയത്തി ഷീലയാണ്. അപ്പോൾ എന്നെ ഏറ്റവും അടുത്ത് അറിയുന്നവർ വിളിക്കുന്ന പേരാണ് ഡോളി എന്ന് കേട്ടോ. ഷീലാൻറ്റിക്ക് അറിയില്ലായിരുന്നു അത്ര എൻ്റെ പേര് ഡെൻസി എന്നാണ്. അമ്പ ഇതാ സോൾട്ട് ആൻഡ് പെപ്പർ, അടിപൊളി. അതെ, നമുക്ക് അറിയാം എനിക്ക് പാത്രങ്ങളോടും ഇങ്ങനത്തെ സാധനങ്ങളോട് ക്രേസാന്നുള്ളത് അറിയാം. നന്നായിട്ടുണ്ട്, നല്ല ഉപകാരമുള്ള സാധനം. പക്ഷെ കുട്ടികൾ പറയണ പോലെ ഞാനിത് ഉപയോഗിക്കില്ല, ഇത് എടുത്തു വയ്ക്കുള്ളൂ. എന്താ ഈ ഷോക്കേസിൽ നിറച്ച സാധനങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, എനിക്ക് എന്തോ കാണാനാണ് ഇഷ്ടം, ഉപയോഗിക്കാനില്ല. കാരണം പഴയതുള്ള കാരണം ചെയ്യാറില്ല. പക്ഷേ ഷീല ഞാൻ ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ ഒരു സെറ്റിൻ്റെ ഒപ്പം ഇത് വെക്കിട്ടോ ഞാൻ ഉറപ്പ്. അപ്പം അങ്ങനെ അപ്പം ഷീലയുടെ വകയാണത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എന്നെ കാണാൻ വന്ന ഒരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം അങ്ങനെ അപ്പം താങ്ക് യു ഷീല. അപ്പം അതിലൊരു കാർഡുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. എത്ര നാളായി കാർഡൊക്കെ കണ്ടിട്ട്. ഹാപ്പി ബർത്ത്ഡേ. നോക്കി നിങ്ങളെ, എനിക്ക് കണ്ണട ഉരുക്ക് വേണം നോക്കാനായിട്ട്. ദ ഹാങ്കർ ബൈ റൂബിക. എനിക്ക് തോന്നുന്നു ആ കുട്ടി തന്നെ അത്. ഏത് മോള്? നമ്മുടെ ഫോർട്ട് കൊച്ചി മോളുടെ പേരാവും അവരുടെ എൻ്റെ ഓർമ്മയിൽ രൂപിക. അപ്പൊ രൂപിക. അപ്പൊ തന്നെ കണ്ടോ ആ മോള് ഡിയർ മമ്മി എന്ന് പറഞ്ഞിട്ട് എന്നെ എന്താ പറയാ മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ കുറേ കുട്ടികൾ മമ്മി എന്നാണ് എന്നെ വിളിക്കുന്നത്, കുട്ടികൾ വിളിക്കുന്ന അതേ പേരിൽ. അപ്പം മമ്മി എന്ന് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അമ്മമാരുടെ സ്ഥാനത്താകുമ്പോൾ നമ്മുടെ മക്കളുടെ സ്ഥാനമാണ്. അപ്പോൾ എന്തായാലും രൂപിക താങ്ക് യു. കാരണം ഇങ്ങനത്തെ കാർഡൊക്കെ ഡിവൈൻ പറഞ്ഞ പോലെ കണ്ട കാലം മറന്നു. ഇങ്ങനത്തെ കാർഡൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോരുത്തർ തന്നിട്ടുള്ളതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പം അങ്ങനെ ഇല്ല, അത് ഇങ്ങനെ തുറക്കാൻ എളുപ്പത്തിന് ഡാഡി പല കൗണ്ടറുകളും പറയും, ആരും മൈൻഡ് ചെയ്യണ്ട. അതെ, സാരിയാണോ എന്നൊരു സംശയം. ആണോ? അമ്പോ കിടുക്കാച്ചി കളറ്.
അടിപൊളി സാരി. അതെ, വാലായ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ സാരി. തുറക്ക് കാണാൻ വിഷമം എന്തിനാ മക്കളെ ഇങ്ങനെ. നിങ്ങളൊരു മിഠായി കൊണ്ടുവന്നാലും എനിക്ക് നിങ്ങളുടെ എന്താ നിങ്ങൾ വന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കേട്ടോ. എന്തായാലും ഞാൻ ഉടുക്കുന്ന പാറ്റേൺ സാരി തന്നെയാണ് എനിക്കിഷ്ടമായി. പ്രത്യേകിച്ച് ഈ ഒരു വർഷം എന്തെങ്കിലും വന്നാൽ എനിക്ക് ധൈര്യമായിട്ട് ഉടുക്കാം വാലായ്മ അല്ലേ. ആ കളർ പേസ്റ്റൽ കളറാകുമ്പോൾ നല്ല കളർ എനിക്ക് ഇഷ്ടമായി. ഒരു സാരി മമ്മിക്ക് ചേരും. പറ്റിയാൽ മാത്തൻ്റെ കല്യാണത്തിന് കൊടുക്കാം. മാത്തനല്ല അമല്, സോറി അമലിന്റെ കല്യാണം. നോക്കട്ടെ, എനിക്ക് ഇഷ്ടമായിട്ടാ മോളെ, ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിലെന്റെ ടേസ്റ്റ് അറിഞ്ഞ് എടുത്ത പോലെയുണ്ട്. ഇതാന്ന് തോന്നുന്നുണ്ട്, ആരോ പറഞ്ഞു കവർ വേറെയാ അകത്തത്തെ വേറെ കേട്ടോ എന്ന് പറഞ്ഞു. അത് വാസന്തിയാണ് പറഞ്ഞത്. ഇതൊന്ന് നോക്കട്ടെ, ഇത് പേരൊന്നുമില്ല, നോക്കട്ടെ. ഞാൻ പാടുപെട്ടിട്ടാ തുറന്നത്, കാരണം അത്രയും നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇതാരുടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കാസറോളാണ്. അടിപൊളി അടിപൊളി കാസറോളാണ്. ഗുഡ് ഡേ. കണ്ട നന്നായിരുന്നു, നല്ല ഉള്ളുണ്ട്. അതെ, അപ്പൊ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ തോമു പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ടാ വാങ്ങിച്ചേ? ചെസ് ബോർഡാ. റിമോട്ട് കാർ ആണോ? കണ്ടിട്ട് ചെസ് ബോർഡ് പോലെ. ഇപ്പൊ നിന്റെ പനിയൊക്കെ പോയോ? പൊളിക്കിട്ട കുട്ടി അത് മിണ്ടാ. റിമോട്ട് കാർഡ് കൊണ്ടുവന്നതിന്റെ ഒരു ഗമ്മലിരിക്കാണ് കേട്ടാ. അപ്പൊ ഇത് കാസറോൾ എനിക്ക് ആരുടെയാണെന്നറിയില്ല, എന്തായാലും വളരെ ഉപകാരമുള്ള ഒരു പാത്രം കേട്ടോ. അപ്പൊ ഞാൻ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു, അവർക്ക് ഇഷ്ടമുള്ള പാത്രം എപ്പോ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചോട്ടെ എന്നാക്കിയിട്ടാ ഞാൻ. കേട്ടില്ലേ അതിനോട് എല്ലാവരും സാക്ഷിയായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ പാത്രങ്ങൾ എടുത്ത് വെക്കില്ല, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതാരെ തന്നെന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല അകത്ത് ഉള്ള നമ്മളുടെ കാസറോൾ എങ്ങനെയാ വെച്ചാൽ പരന്നിട്ടാണ്, ഇത് നല്ല കുഴിയുള്ള പാത്രം. അപ്പൊ എനിക്ക് ഇഷ്ടമായി. കളറും നല്ല കളറ്. നമ്മുടെ ഷീലാൻറ്റി കൊണ്ടുവന്ന ഇതിന്റെ മാച്ചായി. എന്താ പറയാ, എനിക്ക് മാച്ചിന് വെക്കാനെ കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇത് മമ്മിയുടെ മനസ്സറിഞ്ഞ് ആരോ കൊണ്ടുവന്നിരിക്കുന്ന ചെടിയാ. ആണോ? ഒരു കുഞ്ഞ മോളാണ് എന്റെ കയ്യിൽ കൊണ്ട് തന്നേന്ന് എനിക്കൊരു സംശയം ഉണ്ട്. ഇത് മമ്മിക്ക് ഫോട്ടോ ഫ്രെയിം. ആ മോളുടെ ഒരു മുഖം എന്റെ മനസ്സിലുണ്ട്. നോക്കട്ടെ, പേരറിയില്ല, പതുക്കെ എടുത്തോ. പറഞ്ഞത് തന്നെയാണ് മമ്മിക്ക് ഇഷ്ടമുള്ള സാധനം. എന്തായാലും ആ മോൾക്ക് വേണ്ടിയിട്ട് അച്ഛന് അപ്പനും അമ്മ ആരെങ്കിലും അവ വാങ്ങിച്ചിട്ടുണ്ടാവുക. ആൻറ്റിയുടെ മനസ്സറിഞ്ഞ് തന്ന സാധനം കേട്ടാ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ. അവര് കണ്ടിട്ടുണ്ടാവുണ്ട് ഇവിടെ ഞാൻ ഓരോന്നും വാങ്ങിക്കണതും വയ്ക്കണതും. എന്നെ ഇവരൊക്കെ വഴക്ക് പറഞ്ഞു തുടങ്ങി ഇനി ഇങ്ങനെ വാങ്ങിക്കായിക്കൊന്നുണ്ട്. അപ്പൊ എന്റെ മോള് തന്നതാ എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പൊ അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട്, ആന്റിക്ക് സ്നേഹപൂർവ്വം ജന്മദിനാശംസകൾ നേരുന്നു ദീപ ഐവിൻ ജോഷ്. അമ്മയും മോനും കുടിച്ച് വന്നില്ലേ? ദീപ ഐവിൻ ജോഷ്. അപ്പൊ അതാണ് നമുക്ക് നോക്കാം എന്താന്ന് കേട്ടോ. നല്ല പ്രസന്റേഷൻ കവർ, പാക്കിങ്ങും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പാക്ക് ചെയ്തിട്ട് അപ്പൊ ഞാൻ തോന്നുന്നില്ല, പക്ഷെ കീറാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇത് ഞാൻ കീറിയെടുക്കട്ടെ. അപ്പൊ അതേ എന്താ നല്ലൊരു മാതാവിൻ്റെ രൂപമാണ്. ഭയങ്കര ഇഷ്ടമായി അല്ലേ? നന്നായിട്ടുണ്ട്. അമ്മ എന്നുള്ള ആ മോള് പറഞ്ഞു അമ്മയുടെ സ്ഥാനത്താണ് കാണണേന്ന്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രതീകമായിട്ടാവും മാതാവിനെ എന്നെ വാങ്ങിച്ചത്. അപ്പം എന്തായാലും ദീപയോട് എന്താ പറയുക, മാതാവിനെ തന്നതിന് കുറച്ചും കൂടി സന്തോഷം. കാരണം നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ് മാതാവ് എന്നുള്ളത്. അപ്പോൾ എവിടെ നോക്കുമ്പോഴും മാതാവിനെ കാണാറുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുകയും ചെയ്തു. എന്തായാലും സന്തോഷമാണ്. അപ്പം ഞാനിത് എവിടെയെങ്കിലും കാണുന്നിടത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാലാകാലം ഇരിക്കുന്ന സാധനങ്ങളാണ്. ഇത് തിരൂരിന്ന്, മലപ്പുറം തിരൂരിന്ന് വന്നല്ലോ ഒരു ഫാമിലി, അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അത് പൊളിച്ച് നോക്കട്ടെ. പൊളിക്കാൻ ഞാൻ ഡാഡീനെ ഏൽപ്പിക്കാം. സൂപ്പറായിട്ടുണ്ട്, സൂപ്പറായിട്ട് അസലായിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ടേസ്റ്റ് കറക്റ്റ് അറിഞ്ഞും കൊണ്ട് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്.
പ്രത്യേകിച്ച് വാലായ്മയായ കാരണം ബ്ലാക്കിൽ ഡിസൈനുള്ള സാരികളാണ് ഇപ്പം ഞാൻ ഇന്ന് ഉടുത്തതടക്കം. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇത് ഏത് സാരിയൊക്കെ ഞാൻ ഉടുക്കാന്നിപ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ സാരിയേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്ന് വെച്ചാൽ, കുറേ നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഡിവൈന് മോന് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ സർപ്രൈസായിട്ട് അവർ ഫുൾ ഫാമിലി വരുന്നു. ഗിഫ്റ്റിനേക്കാൾ ഉപരി അവർ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു അവർ രാവിലെയൊക്കെ ഇറങ്ങിയിട്ടാണ് ഇവിടെ. എത്ര മണിക്കൂറോട് പറഞ്ഞ 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവരിവിടെ വന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് അത്രയും യാത്ര ചെയ്ത ഫുൾ ഫാമിലി വന്നതിന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും അവർ നമ്മുടെ 3 പേരെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അവർക്ക് വന്നിട്ട് ഡിവൈനെ കാണണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. ഡിവൈനെയും കുട്ടികളെയൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി. അപ്പം എന്താ പറയുക, ഇനിയും തൃശ്ശൂർക്ക് വരുമ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും വരണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം ഡിവൈനെ. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ പൊളിക്കാം. ചെറുത് ഞാൻ പൊളിക്കാം. ഇത് ചെറുത്, അപ്പം എനിക്ക് പൊളിക്കാൻ എളുപ്പമുണ്ട്. ചാക്കോച്ചൻ ബഹളം വെക്കുക. എനിക്ക് എന്താ പറയുക, ഇത് ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് എന്നോട് ഉള്ള സ്നേഹം കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. അന്തോണീസ് പുണ്യാളെ. അപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട്, കുറേ പേർക്ക് വേണ്ടി ഞാൻ നാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോന്ന് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളിപ്പോൾ ഇത് തന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി എന്താ പറയുക, ശരിക്കൊന്ന് കണ്ട് സന്തോഷിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നതാണിത്. പക്ഷെ ഇതിൽ ആരാണ് എന്താണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ മനസ്സ് കറക്റ്റ് അറിയുന്നവരാണ് ഈ ഓരോ സമ്മാനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, അന്തോണീസ് പുണ്യാളനോട് നിങ്ങൾക്ക് ഇതാരാണെന്ന് എനിക്കറിയില്ല, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഇതെനിക്ക് ഫസ്റ്റ് കിട്ടിയ ഇവിടെ ഇന്നത്തെ ദിവസം കിട്ടിയത് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് ആരാണെന്ന് ഒട്ടും മറക്കില്ല. കാരണം അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്രയും വയ്യാത്തൊരമ്മയാണ്. വയ്യാത്തെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും അതൊക്കെ കുത്തിപ്പിടിച്ച് നടന്ന് വന്ന് എന്നെ കാണാൻ വേണ്ടി എറണാകുളത്തുനിന്ന് വരാമെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം അമ്മമാർ മക്കളെ കാണാൻ വരുന്ന പോലെയാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വന്ന വഴിക്ക് കുട്ടികൾക്കും 2 പേരുടെ കയ്യിൽ സെപ്പറേറ്റ് വാച്ചാണെന്ന് തോന്നുന്നുണ്ട്. ചാക്കോച്ചന് ഡ്രസ്സും ഉണ്ട്. ചാക്കോച്ചന് ഡ്രസ്സ് എല്ലാവർക്കും കൊണ്ടാ വന്നേ. അപ്പോൾ അവരൊക്കെ TV-യിൽ മറ്റേ യൂട്യൂബിൽ എപ്പോഴും കാണുമ്പോൾ അവർ പറയുന്നത് അവരുടെ വീട്ടിലെ കുട്ടികളെ പോലെ തോന്നണമെന്ന് പറഞ്ഞിട്ട് 3 പേർക്കും സെപ്പറേറ്റ് സാധനങ്ങൾ, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇതാണ് എനിക്ക് തന്നത്. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലി നമ്മുടെ മണി പ്ലാന്റ് ഡിവൈനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വന്ന വഴിക്ക് എനിക്ക് മണി പ്ലാന്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് ഞാനിവിടെ വീഡിയോസിൽ കണ്ടിട്ടില്ല, അപ്പോൾ അത് ഞാൻ മോൾക്ക് ജെൻസിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സറിഞ്ഞ് ഈ 3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കി നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ മണി പ്ലാന്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, വൈറ്റ് എൻ്റെ കയ്യിൽ അവിടെ ഉണ്ട്. പക്ഷെ അത്ര ഫ്രഷ് അല്ല, ഇത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന നല്ല എൻ്റെ കുഞ്ഞ ഇലകളാണ്, അത്ര ഭംഗിയില്ല. ഇത് നല്ല ഇലകളായിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ അമ്മയുടെ പേര് ലീലാമ്മ, കാരണം ലീല നമ്മുടെ ലീലാമ്മച്ചിയുടെ പേര് പറഞ്ഞു. മറ്റേ അമ്മയുടെ പേര് ജയന്തി. ഞാൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കും. അവർ മുമ്പ് തൃശ്ശൂരായിരുന്നു അമ്മ, ഇപ്പോൾ അവർ എറണാകുളത്താണ്. അപ്പം അവർ അമ്മയും മോളും മാത്രമേ ഉള്ളൂ, അവരാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, എന്നെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യത്തെ കിട്ടിയ കാരണം ബോക്സ് തെറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് എന്താ എഴുതിയേക്കണ ഡിവൈനെ ഒന്ന് നോക്കിയ മോളെ. ഹാപ്പി ബർത്ത്ഡേ ഡെൻസി വിത്ത് ഓൾ ഗുഡ് വിഷസ്, ജയന്തി അനിൽ, കൊച്ചി. അതന്നെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചിരുന്നു ഫസ്റ്റ് തൃശ്ശൂരിൻ്റെതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അറിഞ്ഞില്ല, ഒക്കെ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് അവർ അങ്ങോട്ട് പറഞ്ഞത് വരും എന്നുള്ളത്. പിന്നെ ഇന്നലെ ഞാൻ അമ്മയുണ്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ആരാണെന്ന് നോക്കിയത്. കാരണം അമ്മ എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് എപ്പോഴും അമ്മമാർ എന്താ പറയുക അങ്ങനെയാണല്ലോ. അപ്പോഴാണ് ഞാൻ നോക്കിയത്.
ഫസ്റ്റ് വന്ന ഗസ്റ്റ് അമ്മയും ലീലാമ്മയും പിന്നെ ജയന്തിയാണ് കേട്ടോ. വാവ് ചുവയ്യ. അതെ ഞാൻ പറഞ്ഞില്ലേ, ഹായ് എൻ്റെ മനസ്സറിഞ്ഞ് കൊണ്ടുവരുന്നവരാണ് കേട്ടോ അവരൊക്കെ. എനിക്ക് ഭയങ്കര സന്തോഷം. ജയന്തി താങ്ക് യു. കാരണം എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ മാറ്റി ചില്ലിലേക്ക് മാറാറായെന്ന് എപ്പോഴും പറയും. അപ്പം ഞാൻ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചില്ലിൻ്റെ കുപ്പികൾ. അപ്പോൾ എന്തായാലും ഇത് 6 എണ്ണം ഒരുപോലെ ഒരൊറ്റ സെറ്റായിട്ട് നമുക്ക് വെക്കാവുന്നതേ 6 എണ്ണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതാ പറയണേ, എൻ്റെ മനസ്സറിഞ്ഞ് കൊണ്ടിരുന്ന ഓരോ എല്ലാത്തിനും എൻ്റെ ഒരു ടച്ച് ഉണ്ട് ലേഡിവൈനെ എല്ലാത്തിനും. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം. ഇനിയൊന്നുമില്ലല്ലോ ലേഡിവൈനെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ പറഞ്ഞത് ലേഡിവൈനെ, ഇപ്പം എൻ്റെ അവിടെ ഉണ്ടത്. ഡിമ്പിളിനൊരിക്കൽ ഒരു ഇനോഗ്രേഷന് പോയപ്പോൾ ഇങ്ങനെ ഒരു അത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. എനിക്ക് ആ മോള് ഇത് കൊണ്ട് തന്നപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും പണ്ടൊക്കെ ഡിമ്പിളിന് ഇനോഗ്രേഷന് പോകുമ്പോൾ ഇങ്ങനെ ഓരോ ബൊക്കെ കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഫ്രഷ് ഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഈ ഫ്രഷ് ഫ്ലവർ കൊണ്ട് കളയാനല്ലേ പറ്റും, എന്തിനും ഇങ്ങനെ കാശിൽ വാങ്ങുന്നത് പറയുമ്പോഴേക്കും ആ ട്രെൻഡ് മാറി ഇത്തരം ബൊക്കേസായി. അപ്പം ഞാൻ പറയാറുള്ളൂ ഇതാണെങ്കിൽ ഉപകാരം ഉണ്ട് എന്ന് പറയും. കാരണം നമുക്ക് എപ്പോഴും എടുത്ത് വെക്കാൻ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഭംഗിയിൽ വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണിത്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി. ഒരു ചെറിയ മോൾ തന്നെ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നേ തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ആരാണ്. അപ്പോൾ എന്തായാലും സന്തോഷം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് സ്വീറ്റ്സാണ്, നമ്മുടെ തെക്കേക്കര ഹോട്ട് ഓവൻ. എന്ത് കേക്ക് ചോക്ലേറ്റ് ബൺ അടിപൊളിയാ. ആണോ? എല്ലാത്തിൻ്റെയും റിവ്യൂ നോക്കിയിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാട്ടോ. അപ്പോൾ ഇത് കണ്ട വഴിക്ക് പറഞ്ഞു ഇത് അടിപൊളി ബണ്ണാണ്, ഞാനിത് റിവ്യൂ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഞാലക്കുടയിൽ നിന്ന് വന്ന ഞാൻ തോന്നുന്നു, എനിക്ക് പേരെൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. ആ മോളെ കണ്ടപ്പോൾ ഞാൻ ഏത് സ്കൂളിലാണ് ചോദിക്കണം ചോദിച്ചാൽ ചെറിയൊരു മോള്, പക്ഷേ അവളെ MBAക്ക് പഠിക്കണം, നല്ല മിടുക്കി മോള്. അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഇതെന്ത് കേക്കാൻ്റെ അതിനെ ചോക്ലേറ്റ് അല്ല പൈനാപ്പിൾ ബാർ കേക്ക്. രണ്ടും കിടക്കാച്ചി സാധനങ്ങളാ. താങ്ക് യു. അതെ ഡിവൈന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഡിമ്പിൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല, ഇഷ്ടമല്ല അവൾക്ക്. ഞാനും ഡോണും ഡിവൈനും ആണ് ഇങ്ങനെ. ഡാഡി ആയാലും ഡാഡിക്ക് പിന്നെ ഇപ്പം ഷുഗറിൽ കാരണം 2 പീസ് എന്നുള്ളത് 1 പീസൊക്കെ ആക്കി. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു എന്താ പറയുക, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്കാണല്ലോ. അപ്പോൾ അതാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഭംഗിയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്ക് വന്നു ചേർന്ന ഗിഫ്റ്റുകൾ തന്നെ പറയാം അല്ലേ. നിങ്ങളോ അതുപോലെ ഒരു വന്നതാണ് ഗിഫ്റ്റ്. അതെ, ഞാനത് പറഞ്ഞു അവരോട്. ഞാൻ അവരൊക്കെ എന്നോട് താങ്ക് യു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് നിങ്ങളോട് താങ്ക് യു പറയേണ്ടത്. കാരണം ഇത്രയും ചിലവാക്കി വഴി ദൂരം കുട്ടികളെ കൊണ്ടുവന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അവരോട് താങ്ക് യു പറയാണ്. ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ 3 പേരെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളെ കാണാൻ വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഗിഫ്റ്റ് കിട്ടിയതിനുള്ള സന്തോഷമല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ ഓരോരുത്തരും വന്നതിൽ, ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മൾ കുറേ പേരായി പറയും ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നത്. ഞങ്ങൾ 3 പേര് ഏത് നാട്ടിലേക്കും വരാൻ തയ്യാറല്ലേ ഡിവൈന്. ഇവർ നാത്തൂനും മുങ്ങാൻ നടക്കണവരാട്ടോ. പക്ഷേ നിങ്ങൾ സമ്മതിക്കരുത്, എന്നെയും കൂടി കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവർ ഇനിയും ട്രിപ്പ് പോകണം, നാത്തൂനും ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വേണ്ട, നിങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ അത് വേഗമാവാമല്ലോ അതിന് വല്ലാണ്ട് വൈകാണ്ട് ആവാം. കുറേ പേര് പറയുന്നുണ്ട് അങ്ങോട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണ്ടും കാണാം. കാരണം കുറേ പേര് ഭയങ്കര സങ്കടം പറഞ്ഞു, ഞങ്ങൾക്ക് മിസ്സായി എന്നൊക്കെ പറഞ്ഞു. ഗ്രൂപ്പിലും കണ്ടു, പിന്നെ നേരിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പം ഞാൻ പറയണു നിങ്ങളാരും വിഷമിക്കേണ്ട, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരയ്ക്ക് ബൈ.